friends, Assalamualaikum. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസാല ചായയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലോ മസാല ചായ. എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് മസാല ചായ. അപ്പോൾ നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മസാല ചായ എങ്ങനെ ഈസി ആയിട്ട് റെഡിയാക്കാമെന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഗ്യാസിൽ ഇതുപോലെ ഒരു ചായപാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടായിട്ട് വരാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായ ഒന്ന് കുത്തിയിട്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇതുപോലെ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി നമുക്ക് 2 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ചെറിയ 2 പീസ് പട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് കൂടി പോവരുത്, 1/2 സ്പൂൺ എടുത്താൽ മതി. ചെറിയ സ്പൂൺ 1/2 സ്പൂൺ എടുത്താൽ മതി. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചതച്ചെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവാതെ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു ഇളം മധുരത്തിൽ കുടിക്കുമ്പോഴാണ് നമ്മുടെ മസാല ചായക്ക് കൂടുതൽ ടേസ്റ്റ്. മധുരം കൂടിപ്പോയാൽ അത് ടേസ്റ്റ് അത്ര കിട്ടൂല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല എല്ലാം ഇതിൽ നല്ലതുപോലെ തിളപ്പിച്ചെടുത്താൽ ആ മസാലയുടെ ടേസ്റ്റ് നമുക്ക് മുഴുവനായിട്ടും കിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ഗ്ലാസ് പാലൊക്കെ ഉണ്ടാവും. ഞാൻ ഇതിൽ വലിയ കപ്പ് ആയതുകൊണ്ടാണ് 1 കപ്പ് ചേർത്ത് കൊടുത്തത്. നമ്മുടെ ഗ്ലാസ്സിന് എടുക്കുകയാണെങ്കിൽ 2.5 കപ്പ് പാൽ ഉണ്ടാവും. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് 5 മിനിറ്റ് പാലൊഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ തിളച്ചിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ പുറത്തു കൂടെയൊക്കെ പോവുള്ളൂ. അപ്പം നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മുടെ ചായയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല ചായ ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചായയൊക്കെ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ആ ഏലക്കായും പട്ടയൊക്കെ നമുക്കിതുപോലെ അരിച്ചെടുത്താൽ നമ്മുടെ ചായയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ ചായ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.